പ്രളയത്തിൽ തകർച്ച തുടങ്ങിയ റോഡിന് പൂർണ്ണ തകർച്ചയിലെത്തി. കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിലെ വൻ ഗർത്തങ്ങൾ നാട്ടുകാർ വാഴനട്ട് പ്രതിഷേധിച്ചു. കാമാക്ഷി പഞ്ചായത്തിലെ ഈട്ടിക്കവല അൽഫോൺസ നഗർ റോഡിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. 2018 പ്രളയത്തിൽ തകർന്ന റോഡിനോട് അധികൃതർ ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. കാമാക്ഷി പഞ്ചായത്തിലെ 9, 12, 14 വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന ഈട്ടിക്കവല അൽഫോൺസ നഗർ റോഡാണ് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാതെ പൂർണ്ണ തകർച്ച നേരിടുന്നത്. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ഈ റോഡിൻ്റെ ഗതി ഇതാണ്. പ്രായമുള്ള ആൾക്കാരുണ്ട്, മുകളിലൊക്കെയാണ് തീരെ പ്രായമുള്ള ആൾക്കാരുണ്ട്. പിള്ളേരുടെ ഗതി ഇതാണ്. പിള്ളേർ പോകുന്ന വഴിയാണ്. പിന്നെ താഴെ നിന്ന് ഇപ്പം നമ്മളൊരു ഓട്ടോ വിളിച്ചാൽ കയറി പോരുകയല്ല. കാരണം എന്താ, ഈ വഴി ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അത് തങ്കമണി ചുറ്റി ഒരു 200-250 രൂപയ്ക്കുള്ള ഓട്ടോ ഓടി തങ്കമണി ചുറ്റിയപ്പോൾ ഞങ്ങളുടെ ആ മുകളിലൊക്കെ വരുള്ളൂ. ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള റോഡിന്റെ ടാറിങ് പൂർണ്ണമായും തകർന്ന വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇതോടുകൂടി ഓട്ടോറിക്ഷകളും മറ്റ് ചെറുവാഹനങ്ങളും കടന്നു വരാത്തതോടുകൂടി വിദ്യാർത്ഥികളും പ്രായമേറിയവരും ഏറെ ദുരിതത്തിലുമാണ്. കുടുംബത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ തങ്കമണിയിലെത്തണം. ഇതിന് 4 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഈ അവസ്ഥയിൽ 2.5 കിലോമീറ്റർ നടന്നു പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. രോഗികളായവരെ ചുമന്നിറക്കേണ്ട ഗതികേടുമുണ്ട്. 2018 പ്രളയത്തിന് അവിടെ ഒരു ഉരുള് പൊട്ടിയിട്ടുണ്ട്. ആ ഉരുള് പൊട്ടി റോഡിലേക്ക് വന്ന അവിടെ JCB വന്ന് മാന്തി എടുത്ത പിന്നെയാണ് ഇവിടെ പൊളിഞ്ഞു തുടങ്ങിയത്. ഇതിപ്പോ 2024 ഇതിനിടയ്ക്ക് ഈ റോഡിന് യാതൊരുവിധ മെയിൻ്റനൻസും ചെയ്തിട്ടില്ല. ഇതിലെ ഇപ്പൊ യാതൊരു വണ്ടിയും വരത്തില്ല. സ്കൂൾ വണ്ടിയൊക്കെ വളരെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം താഴെ ഇറക്കി മഴയെ നനച്ചു കൊണ്ടുവേണം കൊണ്ടുവിടാൻ. റോഡിന്റെ പല ഭാഗത്തും വൈദ്യുതി ലൈനുകളും നിലംമുട്ടെ അപകടാവസ്ഥയിലുമാണ്. 2014 പഞ്ചായത്ത് ഇവിടെ ടാറിങ് ഉൾപ്പെടെ നടത്തി. എന്നാൽ 2018 പ്രളയമാണ് തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. മൺതിട്ട ഇടിഞ്ഞതോടുകൂടി ഓട നികന്ന് വെള്ളമൊഴുകി ടാറിങ്ങും തകർന്നു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് റോഡ് ഏറ്റെടുപ്പിക്കുവാൻ പഞ്ചായത്ത് ശ്രമിച്ചുവെങ്കിലും ഫലം ലക്ഷ്യം കണ്ടില്ല. ഗർത്തത്തിൽ വീണ് പലപ്പോഴും അപകടം പറ്റിയതായി 90 വയസ്സുള്ള കരിമ്പനക്കൽ ജോസഫ് ചാക്കോ പറയുന്നു. പുതിയ ഒരു ചെരുപ്പ് പോലും മേടിച്ച് കാരാൻ ചെരുപ്പ് ഊരിപ്പോവും. കല്ലും കൂട്ടം തട്ടി ചിലപ്പം ഉരുണ്ട് വീഴും. അതുകൊണ്ടായി 2 കോടി എനിക്ക് പേപ്പറുണ്ട് ശരീരത്തിന്. 2.5 കിലോമീറ്റർ വരുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ കാമാക്ഷി പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയാത്തതിൽ യാതൊരുവിധ ന്യായീകരണവുമില്ല. 3 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിനോട് വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് വൻ പ്രതിഷേധത്തിനും കാരണമായി. ഇതേ തുടർന്നാണ് നിരവധി നാട്ടുകാർ ഒത്തുചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി റോഡിലെ ഗർത്തത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.